നമ്മളോട് നേരത്തെ സംസാരിച്ചിരുന്ന മനോജ് കുമാർ അദ്ദേഹം പറഞ്ഞത് വോട്ട് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരിയും ഉൾപ്പെടെയുള്ളവർക്ക് വോട്ടില്ല. ഇത് വോട്ട് ഇവരുടെ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത് ദളിത് മഹാദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയാണ്. നമ്മളിപ്പോൾ കാണുന്ന യാദവ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയാണ്. അത് കൂടുതലും ഒരു RJDയെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് പ്രതിപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമായിട്ടാണ് ഇവിടെ പൊതുവെ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. അവരുടെ വോട്ടാണ് വ്യാപകമായി റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പോളിംഗ് ആരംഭിച്ച് ആദ്യത്തെ 2 മണിക്കൂർ മന്ദഗതിയിലായിരുന്നു വോട്ടെടുപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ 9 മണി കഴിഞ്ഞതോടുകൂടി ഈ ഗ്രാമത്തിൽ നിന്ന് ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്കൂളിലെ, ഈ ദർഭംഗയിലെ ഒരു സ്കൂളിലെ പ്രധാനപ്പെട്ട ഒരു 3 ബൂത്തുകളാണ് ഇവിടെ തന്നെ ഉള്ളത്. ഇത് സ്ത്രീകൾ അടക്കമുള്ളവർ നിരവധി പേർ വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. 121 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ തന്നെ 1314 സ്ഥാനാർത്ഥികളാണ് അവരുടെ ഒരു ജനവിധി തേടിക്കൊണ്ട് മത്സരിക്കുന്നത്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ രാഹുൽ ഗാന്ധി നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു വോട്ട് ചോരി ഒരു ബീഹാറിലും സംഭവിക്കുന്നു എന്നുള്ള ഒരു ആദ്യ പ്രതികരണം തന്നെയാണ് നമുക്ക് ലഭിച്ചത്. ഇന്നലെ പല വോട്ടർമാരെയും, പ്രത്യേകിച്ച് ബഹാദൂർപൂർ മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ളവ നമ്മൾ സന്ദർശിച്ചപ്പോൾ അവിടെ നിന്നും യാദവ വിഭാഗത്തിലെ പല കുടുംബ അംഗങ്ങൾക്കും വോട്ട് അവരുടെ റദ്ദായതായി ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല ഇത് കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വോട്ട് റദ്ദായതായി ചൂണ്ടിക്കാട്ടി അവർ പരാതി BLOയ്ക്ക് നൽകിയതാണ്. പക്ഷേ അപ്പോൾ പോലും ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വോട്ട് പുനഃസ്ഥാപിക്കും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ആ തരത്തിലുള്ളൊരു വോട്ട് ഇതുവരെ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്ത നിരവധി പേർ വോട്ട് ചെയ്യാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളോട് നേരത്തെ സംസാരിച്ചിരുന്ന മനോജ് കുമാർ അദ്ദേഹം പറഞ്ഞത് വോട്ട് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരിയും ഉൾപ്പെടെയുള്ളവർക്ക് വോട്ടില്ല. ഇത് വോട്ട് ഇവരുടെ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത് ദളിത് മഹാദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയാണ്. നമ്മളിപ്പോൾ കാണുന്ന യാദവ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയാണ്. അത് കൂടുതലും ഒരു RJDയെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് പ്രതിപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമായിട്ടാണ് ഇവിടെ പൊതുവെ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. അവരുടെ വോട്ടാണ് വ്യാപകമായി റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഓരോ ബൂത്തുകളിലും നമ്മൾ സഞ്ചരിച്ച് കൊണ്ടു കഴിയുമ്പോൾ അവിടെ വോട്ട് ചെയ്യാതെ മടങ്ങുന്ന ഒരു 2-3 പേരെ ഈ ആദ്യ 2 മണിക്കൂറിൽ തന്നെ ഓരോ ബൂത്തുകളിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഗാന്ധി ആരോപിച്ച പോലെ തന്നെ ഒരു ബീഹാറിലും ഇത്തരത്തിലുള്ള ഒരു വോട്ട് അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ബൂത്തിലെത്തിയതിനു ശേഷവും വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോകുന്ന ഈ 2-3 പേർ. അവർ എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും അവർക്ക് എത്ര പേരാണ് അവരുടെ വോട്ട് റദ്ദായത് എന്നിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും അറിയാതെ ഒരു ഇരുട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. മനോജ് കുമാർ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്യാതെ പോകുമ്പോൾ ഒരു ജനവിധി അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയം കൂടി ഇവിടെ പ്രതിപക്ഷം പങ്കുവയ്ക്കുന്നുണ്ട്.